റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ സൂക്ഷിച്ചാൽ അല്ലാഹു ഒരു കാലത്തും അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ 4 കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ച അള്ളാഹു ഒരു കാലത്തും ദാരിദ്ര്യം തരൂല. അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വലിയ കഷ്ടപ്പാടുള്ള കാര്യമൊന്നുമല്ല, നിസാരമായ 4 കാര്യം. നമ്മൾ നിസാരമായി തള്ളിക്കളയുന്ന 4 കാര്യങ്ങൾ സൂക്ഷിച്ചാൽ അവന്റെ വീട്ടിൽ ബറക്കത്ത, ഒരു കാലത്തും അള്ളാഹു ദാരിദ്ര്യം തരൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ 4 കാര്യങ്ങൾ. 1 ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? 1, സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കുന്നവൻ അള്ളാഹു ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കുന്ന മനുഷ്യൻ. സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല, പിന്നല്ലേ മുമ്പ് സുബഹിക്ക് തന്നെ നിസ്കരിക്കാൻ എഴുന്നേൽക്കണല്ലോ ഉസ്താദ്. പിന്നെ മനുഷ്യ സുബഹിക്ക് നേരത്തെ എഴുന്നേൽക്കണം. സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേൽക്കുന്നവൻ അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കൂല. ഞാൻ വിശദീകരിക്കുന്നില്ല. 2 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒതുവെടുക്കുന്ന മനുഷ്യൻ. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒതുവെടുക്കുന്ന മനുഷ്യൻ അല്ലാഹു ആ മനുഷ്യന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 സുബഹിക്ക് നേരത്തെ എഴുന്നേറ്റു, ഒതുവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് കയറിയിരിക്കുന്ന മനുഷ്യൻ, മുസല്ലയിൽ കയറിയിരിക്കുന്ന പെണ്ണ് അല്ലാഹു അവൾക്ക് ഒരു കാലത്തും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അള്ളാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? 4 അതിത്തിരി കഷ്ടപ്പാടുള്ള കാര്യമാണ്. 4ാമത്തെ കാര്യം നമുക്കിത്തിരി കഷ്ടപ്പാടുള്ള കാര്യമാണ്. വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തത് സംസാരിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇശാ നമസ്കാരവും കഴിഞ്ഞു, വിത്തറും കഴിഞ്ഞു, പള്ളിയുടെ മുറ്റത്ത് നിന്നിട്ട് പച്ചയിറച്ചി തീറ്റിയ അല്ലേ? പള്ളി നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് വെളിയെ വന്ന് നിന്നിട്ട് വല്ലവന്റെ ഇറച്ചി തിന്നുക. വീട്ടിൽ പോകാ, നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോയി ഉമ്മ ഒരു റൂമി, വാപ്പ ഒരു റൂമി, മോളൊരു റൂമി, ടവർ കത്തിയില്ല മൊബൈലിലൂടെ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വിത്ര നമസ്കാരം കഴിഞ്ഞാൽ അധികം സംസാരിക്കല്ലേ, ആവശ്യമില്ലാത്ത ചർച്ചകൾ നീ ഒഴിവാക്ക്, നിനക്ക് അല്ലാഹു ഒരു കാലത്തും ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഒരു കാലത്തും അല്ലാഹു ദാരിദ്ര്യം തരൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സന്തോഷമായില്ലേ? ചെയ്തൂടെ? ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ഉറക്കെ പറ ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങൾക്ക് വേണ്ടി 4 കാര്യം, പെണ്ണുങ്ങൾക്ക് വേണ്ടി 4 കാര്യം. ആരുടെയെങ്കിലും ഭവനത്തിൽ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങൾ ആരുടെ അവിടെ ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാഹു ആ വീട്ടിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. പറഞ്ഞുതരാം. വീട്ടിൽ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി, മേടിച്ചു വെക്കണമെന്ന് ഞാൻ പറയൂല. നോക്കിക്കൂടെ? ഇൻഷാ അല്ലാഹ് പറഞ്ഞ പെട്ടെന്ന്. 1 ഇങ്ങോട്ട് നോക്ക്. 1 അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെയെങ്കിലും വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ വളർത്തിയ? ഉണ്ടോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ആട്ടുംകുട്ടിയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്കേ. ആ, TV ഉണ്ടോ? പൊക്കണ്ട ലേ. ആ, ചിരി ആമിന, എന്റെ ചിരി ഇപ്പൊ തന്നെ ചിരി ഒക്കെ മാറും. ചിരി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരുടെ വീട്ടിൽ ആടിനെ വളർത്തുന്നുണ്ടോ ആ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകന്മാര് മുഴുവനും ആടിനെ വെച്ചവരായിരുന്നു. എല്ലാവരും ആടിനെ. ആടെന്ന് പറയുന്ന ജീവി ബർക്കത്തുള്ളതാ. നായി ഒരു പ്രസവത്തിൽ 4-5 എണ്ണത്തിനൊക്കെ പറ്റും. എന്നാ കാണാറുണ്ടോ എവിടെങ്കിലും? കുറച്ച് കഴിയുമ്പോൾ ചത്ത് റോഡിൽ കിടന്ന് എവിടെയൊക്കെ ചാവും. ഇത് വസ്തു. എന്നാ ആട് 450-500 വില. എത്ര കാലം കൊണ്ട് തിന്നുന്നു? തീരുന്നുണ്ടോ? ഓരോ പെരുന്നാളിനും വെട്ടുന്ന ആടിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു ബർക്കത്ത് ചെയ്ത ജീവിയ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 2 വദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെ വീട്ടിലാണോ കോഴിയെ വളർത്തുന്നത് അവന്റെ വീട്ടിൽ ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ വളർത്തിയ? കോഴിയെ വളർത്തണം. അതാ
കോഴി ബറക്കത്തുള്ള ജീവിയാ. കോഴിയുടെ സ്വഭാവം കാണിക്കാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. കോഴി ബറക്കത്തുള്ള ജീവിയാ, വീട്ടിൽ വളർത്തണം. ഇനി പൂവൻകോഴിയാണോ പെടക്കോഴിയാണോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്. കോഴിയെ വീട്ടിൽ വളർത്തിയാ കിട്ടുന്ന ഒരു ഗുണം എന്തെന്നറിയോ? പ്രാക്കും കണ്ണീറും വലിക്കൂല എന്നാ. ചില ആൾക്കാർ പറഞ്ഞ അറം പറ്റും. വീടിന്റെ മുന്നിൽ നല്ല ഒരു മനോഹരമായൊരു കൊല, ഇങ്ങനെ നല്ലൊരു ഏത്തക്കൊല നിൽക്കുക. അപ്പോഴാ ഒരു ഉമ്മാമ്മ റോഡിൽ കൂടെ പോകുന്ന, അല്ലാ എന്തൊരു കൊലയാ പടച്ചനെ, ഇതാ കിടക്കണ താഴെ. അവിടെ വാഴ നിന്നതിന്റെ അടയാളം പോലും ഇല്ലാത്ത അവസ്ഥയായി പോകും. കരിഞ്ഞു വെക്കളയും ചില ആൾക്കാർ. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ നാവിന്റെ ഒരു കുഴപ്പമാണ്. അതാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ചിലരൊക്കെ കണ്ണീറും പ്രാക്കൊക്കെ ഉണ്ട്. വീട്ടിൽ കോഴിയെ വളർത്തി കഴിഞ്ഞാൽ കണ്ണീർ ബാധിക്കില്ല എന്ന് ഹദീസിന്റെ കിതാബുകളിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ 2, 3 പെണ്ണുങ്ങൾക്കുള്ളതാ. 3, ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന്റെ വീട്ടിൽ ആട്ടുകല്ലുണ്ടെങ്കിൽ ആ വീട്ടിൽ ബർക്കത്തുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്തുണ്ടെങ്കിൽ മക്കളിപ്പോ ഉമ്മാനോട് ചോദിക്കുക ആ സാധനം എന്താണ്? കാരണം വീട്ടിലില്ല. ആട്ടുകല്ലെന്നല്ലേ ഇപ്പൊ പറയാ. ഈ ആട്ടിങ്ങനെ ഗെയിൻഡർ, ഇപ്പൊ വീട്ടിൽ ഗെയിൻഡറാ. പെണ്ണുങ്ങൾ പറയും ഉസ്താദേ ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞാൽ മതി, വഴുതു പറയണ പോലെ അല്ലല്ലോ ആട്ടുന്നതാണ്. പെണ്ണെ, ഒരു ശരീരത്തിലെ സർവ്വ നരമ്പുകളും വർക്ക് ചെയ്യുന്ന 2 സമയമേ ഉള്ളൂ. ഒന്ന് പെണ്ണ് പ്രസവിക്കുമ്പോൾ. ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ തൻ്റെ ശരീരത്തിലെ സർവ്വ നാഡീ നരമ്പുകളും വർക്ക് ചെയ്യുന്ന. രണ്ടാമതൊരു ഉസ്താദ് പ്രസംഗിക്കുമ്പോഴാണ് ശരീരത്തിലെ നരമ്പുകൾ മുഴുവനും വർക്ക് ചെയ്യണേ. പ്രസംഗിക്കുമ്പോഴുള്ള അവസ്ഥ ഇതാ. പക്ഷെ നീ പറ്റു കഴിഞ്ഞാൽ 40 ദിവസം അല്ലാ നീ രാജാവാ. നമ്മളിത് കഴിഞ്ഞാൽ അടുത്ത വണ്ടി കയറിയിട്ട് ഇവിടെ ഉള്ളവരാ. പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്താലും കുറ്റം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വീട്ടിൽ ആട്ടുകല്ല് പറമ്പിൽ കാണാൻ എടുത്തിട്ട് വെച്ചോ. വീട്ടിൽ ആട്ടുകല്ല് നമ്മുടെ ഉമ്മമാര് പണ്ട് അതിനകത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ എന്തൊരു ടേസ്റ്റ് എന്നറിയോ? ഇന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന മാവിന് കിട്ടൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 4, മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി. മണ്ണ് കൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി. എവിടെ? ചോറ് വെക്കണത് കരണ്ടില്ല. ചോറ് വെക്കുന്നത് പോലും പെണ്ണുങ്ങൾ ഇന്ന് കരണ്ടില്ല. പകുതി വേവിച്ചിട്ട് അടച്ചു വെക്കുക. പിന്നെ ആവി. പണ്ട് എന്താ പറയാ, ദമ്മ് ബിരിയാണി മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ചോറും വേവിക്കുന്ന അങ്ങനെ. ഏത് വീട്ടിലാപ്പ ചട്ടിയുള്ളത്? മണ്ണ് കണ്ടുണ്ടാക്കിയ കറിച്ചട്ടി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രാവിലെ എഴുന്നേറ്റോ വൈറ്റിലെ ചന്തയിലോ എല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഉണ്ടെന്ന് വെച്ച് പോയിട്ട് ഒരാട്, ഒരു കോഴി, ഒരു ആട്ടുകല്ല്, കുറച്ച് ചട്ടി വാങ്ങി വീട്ടിൽ കൊണ്ടുകൊട്. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അള്ളാഹു കൊടുക്കുന്ന 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അള്ളാഹു ആ മനുഷ്യന്റെ ഈമാൻ ഉറപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ, ഒരു പ്രലോഭനങ്ങൾക്കും തകർത്ത് കളയാൻ കഴിയാത്ത ഈമാൻ. ഉസ്താദന്മാര് പ്രഭാഷണം നടത്തും. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കേൾക്കുമ്പോൾ അല്ലാഹുവേ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. പടുത്തു കിടക്കുന്ന മലരാരുണ്യത്തിൽ തന്റെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി കൈകാലുകൾ കെട്ടിക്കെട്ട് തന്റെ മാറിടത്തിലേക്ക്, തന്റെ നെഞ്ചിന്റെ മുകളിലേക്ക് പാറക്കല്ലെടുത്ത് വെച്ച ചാട്ടപാറ കൊണ്ട് തല്ലിച്ചതയ്ക്കുമ്പോഴും ബിലാൽ തങ്ങൾ വിളിച്ചു അല്ലാഹു വഹദ്. അവരുടെ ഈമാനായിരുന്നു പൊന്നുമോളെ. മഹാനായ മഹദിയായ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ ഗുഹ്യഭാഗത്തേക്ക് പഴുപ്പിച്ച കമ്പി കുത്തിയിറക്കിയിട്ട് ആ പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. അങ്ങനെയുള്ള ഈമാൻ നിങ്ങൾക്ക് വേണോ സഹോദരി? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ അല്ലാഹു നിങ്ങൾക്ക് ഉറപ്പിച്ചു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പെൺമക്കളുള്ള മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഉമ്മമാരെ നിന്റെ പൊന്നുമോൾക്ക് പ്രവാചകന്റെ ജീവിതമോ പറഞ്ഞു കൊടുക്കണേ. കാരണം കണ്ടവന്മാരുടെ കൂടെ പെൺമക്കൾ ഒളിച്ചൂടുന്ന കാലവാ. കോടതി ചോദിക്കുന്നു വാപ്പയും ഉമ്മയും വേണോ? ഇന്നലെ കണ്ടവനെ വേണോ? എന്റെ മാതാപിതാക്കളെ എനിക്ക് വേണ്ട, ഇന്നലെ കണ്ടവനെ മതിയെന്ന് പറഞ്ഞ് അല്ലാഹുവേ ഈ സമുദായത്തിന് നാണക്കേടുണ്ടാക്കി 8 പടച്ച റബ്ബിന്റെ ദീനിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി തേച്ച് ഇറങ്ങിപ്പോകുന്ന പെമ്മക്കൾ
പൊന്നുമക്കളുടെ കാലവാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് നിന്റെ പൊന്നുമക്കളുടെ ജീവിതത്തിൽ പഠിപ്പിച്ചു കൊടുത്ത എത്ര വലിയ കൊലകൊമ്പന് കടന്നു വന്നാലും നിന്റെ പൊന്നുമക്കള് പറയും മിന്നീ അഖാഫുല്ലാഹ്, എനിക്കല്ലാനെ പേടിയാടാ, എനിക്കെന്റെ ദീനാണ് വേണ്ടത്, എനിക്കെന്റെ ദീനാണ് വലുത്, എന്റെ മുത്തുനബിയെ മറക്കാ, എനിക്ക് അല്ലാന്റെ ഖുർആൻ ഓതിയ ഈ നാവ് കൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത ഈ മുന്നിറ്റിത്തടം കൊണ്ട് പടച്ചവന് എനിക്കെന്റെ മാതാപിതാക്കളാണ് വേണ്ടത്, എന്റെ ദീനാട് എന്റെ ശരീരത്തിൽ ഒഴുകുന്നത് മുസ്ലിമിന്റെ രക്തമാണെന്ന് പറയാനുള്ള ഒരു ഈമാൻ അല്ലാഹു നിന്റെ മക്കൾക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത ഈമാൻ, എന്തിന് ശൈത്താൻ പോലും പരാജയപ്പെട്ടു പോകുന്ന ഈമാൻ, അവസാനം മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിന്റെ മരിച്ചുപോയ ബാപ്പയുടെ രൂപത്തിൽ ഉമ്മയുടെ രൂപത്തിൽ ശൈത്താൻ അടുത്ത് വന്നിട്ട് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ മോനെ, വാപ്പയാടാ പറയുന്നത്, ഉമ്മയാണ് പറയുന്നത്. അവൻ നമ്മളെ ചതിക്കാൻ നോക്കുന്ന സമയത്ത് പോടാ ശപിക്കപ്പെട്ടവരെ എന്ന് ആട്ടിയോടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് മരിക്കണ്ടേ ചെറുപ്പക്കാരാ? കരയുവടി പൊന്നുമോള്, ഇബ്ലീസ് നിന്റെ മുന്നിലിരുന്നിട്ട് ഇവളുടെ മുന്നിൽ ഞാൻ തോറ്റുപോയല്ലോ പടച്ചവര്, ഇവൾ അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമയാണല്ലോ, ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെയായി പോയല്ലോ. ഇവനെ കുറിച്ചാ അല്ലാഹ് പറഞ്ഞത്, റബ്ബേ നിന്റെ അടിമകളെ മുഴുവനും നാൽക്കാലികളെക്കാളും മതപ്പതിക്കുന്ന രീതിയിൽ അവരെ ഞാൻ പിഴപ്പിക്കുമെന്ന് പടച്ച റബ്ബിനോട് ഇബ്ലീസ് അവിടെ നിന്ന് കരാറ് ചെയ്യുമ്പോ അല്ലാഹ് പറഞ്ഞു ഇല്ലടാ, എനിക്ക് ചില അടിമകളുണ്ടടാ, എനിക്ക് ചില അടിമകളുണ്ടടാ, അവരെ തകർക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലടാ, അവരുടെ ഈമാനിന്റെ മുന്നിൽ നീ തോറ്റുപോകുമടാ. അല്ലാഹു അങ്ങനെയുള്ള ഈമാൻ ഈ കൈപൊക്കിയവർക്ക് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ഉസ്താദേ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ല എന്ന് പെങ്ങൾക്ക് പരാതി വേണ്ട. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാത്രിയിൽ ലോകത്തിന്റെ നേതാവ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ അല്ലാഹ് ഒരു ഖബറ് പ്രകാശിക്കുകയാ, ഒരു ഖബറ് പ്രകാശിക്കുകയാണ്. ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ജിബ്രീൽ ആ പ്രകാശിക്കുന്നത് എന്താണ് ജിബ്രീൽ? യാ റസൂലല്ലാഹ് അതൊരു ഖബറാണ് നബിയേ. ആ ഖബറിന്റെ അകത്ത് നിന്ന് സ്വർഗത്തിന്റെ പരിമളം ഖിയാമത്ത് നാൾ വരെ അടിച്ചു വീശും നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, ഏത് പ്രവാചകന്റെ ഖബറാ? അത് പ്രവാചകന്മാരുടെ ഖബറല്ല, ഒരടിമ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്, ഒരടിമയായ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞതിന്റെ അടുക്കലേക്കൊന്ന് പോകുവോ ജിബ്രീൽ? ഖബറിന്റെ ചാരത്ത് കിടന്നു ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഈ അടിമ പെണ്ണാരാ? യാ റസൂലല്ലാഹ് മാഷിത ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറാണ്. ആശിത എന്ന് പറയുന്ന ഒരടിമ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആശിതയാരാ? മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച പെണ്ണാണ്, ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നു. മൂസാ നബി പറഞ്ഞു കൊടുത്തു, ആശിത എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
ബിസ്മി പറഞ്ഞിട്ടേ തുടങ്ങാവൂ. മാഷിത്ത ബീബി റളിയല്ലാഹു തആല രാജാവിന്റെ കൊട്ടാരത്തിന്റെ നടുവില് മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാ. മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാ. അപ്പോഴാണ് മൂസാ നബി പറഞ്ഞത് ഓർമ്മ വരുന്നത്. മാഷിത്ത ബീബി റളിയല്ലാഹു തആല അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു ബിസ്മില്ലാ. അവിടുന്ന് ബിസ്മി പറയുകയാണ്. ഫിറഔനിന്റെ മകള് കേൾക്കുകയാണ്, വാപ്പയുടെ ചെവിയിലെത്തിക്കുകയാണ്. പടച്ചവനെ, കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണ് മുസ്ലിമായെന്ന് പുറത്തറിഞ്ഞോ അതിനെക്കാളും വലിയ മാനക്കേടില്ലല്ലോ. ഫിറഔൻ ഒരുപാട് ഉപദേശിച്ചു നോക്കി, പക്ഷേ നാട്ടുകാരറിയാൻ തുടങ്ങി കൊട്ടാരത്തിലെ വേലക്കാരി മൂസാ നബി അംഗീകരിച്ചെന്നറിയുമ്പോ, ഇസ്ലാമിലേക്ക് കടന്നുപോയെന്നറിയുമ്പോ വല്ലാത്ത മാനക്കേടായി. ഫിറഔന് നേതാക്കന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി. അവസാനം യോഗം ഐക്യ കണ്ടേന ഒരു തീരുമാനമെടുത്തു. ഇവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിൽ ഒരു ശിക്ഷ കൊടുക്കണം. അല്ലാ, എന്തേ ചെയ്തതെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. പടച്ചവനെ, ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിച്ചു. തിളയ്ക്കുന്ന എണ്ണയുടെ മുന്നിലേക്ക് മാസിത്താനെ കൊണ്ട് നിർത്തി. ശത്രുക്കൾ ചോദിച്ചു, മാസിത്താ, നിന്റെ തീരുമാനത്തിൽ വല്ല മാറ്റവുമുണ്ടോ? തീരുമാനത്തിൽ വല്ല മാറ്റവുമുണ്ടോ? മാഷിത്ത പറഞ്ഞ്, എന്നെ കൊന്നാലും ഞാൻ മടങ്ങി വരൂല. എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മടങ്ങി വരൂല. അള്ളാന്റെ ദീനാണ് വലുതെന്ന് പറയുമ്പോ ശത്രുക്കൾ പറഞ്ഞു, നോക്കൂ മാഷിത്ത, ആ കൊണ്ടുവരുന്നത് ആരെയാണെന്ന് നോക്കൂ മാഷിത്ത. തന്റെ 7 വയസ്സുള്ള പൊന്നുമോള് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച തന്റെ പൊന്നുമോള് ശത്രുക്കള് പിടിച്ചുകൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ കെട്ടി നിർത്തുകയാ. മാഷിത്താ, മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ പൊന്നുമോളെ തിളച്ച എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കും മാഷിത്താ. മാഷിത്ത ബീബി റളിയല്ലാഹു തആല തന്റെ പൊന്നാര മകളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട്, എന്റെ പൊന്നുമോള് കരയല്ലേ, നമുക്ക് നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാ. തന്റെ പൊന്നാര മകൾക്ക് ധൈര്യം കൊടുത്തിട്ട് തിളച്ച എണ്ണയിലേക്ക് യാത്രയാകുകയാ. അല്ലാഹുവേ, ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. 2ാമത്തെ കുഞ്ഞിനെയും കൊണ്ടുവരികയാണ്. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, മാറ്റമുണ്ടോ? ആജിത്ത പറഞ്ഞ, ഒരു മാറ്റവുമില്ല. 2ാമത്തെ കുഞ്ഞിനെയും എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാ. 3ാമതായി കൊണ്ടുവന്നതാരെയെന്നറിയുവോ? പാല് കുടിക്കുന്ന പൊന്നുമോ. ചോര കുഞ്ഞിനെ കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ ഇങ്ങനെ നിർത്തിയിട്ട് ശത്രുക്കള് വിളിക്കുന്നു, മാഷിത്താ, നിന്റെ പൊന്നുമോനെയൊന്ന് നോക്കൂ മാഷിത്താ. മാഷിത്ത ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണ് നിറയുകയാ. കാരണം പാല് കുടിക്കുന്ന പൊന്നുമോനാ. കണ്ടു കൊതി തീർന്നിട്ടില്ലല്ലോ. അവനെ തിളച്ച എണ്ണയ്ക്കകത്തേക്ക് യാത്രയാക്കാൻ കഴിയുന്നില്ല. മാഷിത്ത ബീവി കരയുകയാണ്. ശത്രുക്കള് വിചാരിച്ചു മാഷിത്ത ബീവി തോറ്റുപോയെന്ന്. എല്ലാവരും ചുറ്റുഭാഗത്ത് നിന്ന് കളിയാക്കുകയാണ്. പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോ എല്ലാവരും ഉമ്മാനെ കളിയാക്കുന്നു. ഉമ്മ മാത്രം നിന്ന് കരയുകയാണ്. ഉമ്മാനെ കളിയാക്കിയവരുടെ മുഴുവനും ശബ്ദം നിർത്തിയത് എങ്ങനെയെന്നറിയുവോ? ആ പാല് കുടിക്കുന്ന പൊന്നുമോര് അവൻ വിളിച്ചു, യാ ഉമ്മാ ഇക്തഹമീ. അല്ലാഹു പാല് കുടിക്കുന്ന കുഞ്ഞിന് സംസാരിക്കാൻ കഴിവ് കൊടുക്കുമ്പോ ആ കുഞ്ഞ് വിളിക്കുന്ന ഉമ്മ, ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ ഉമ്മ. അള്ളാന്റെ ദീനാണ് വലുത്, അള്ളാന്റെ ദീനാണ് വലുത്. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണുമ്മ, ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലേ ഉമ്മ. എന്നെ ചിരിക്കുന്ന മുഖത്തോടെ എന്നെ ഒന്ന് യാത്രയാക്കുമ്മ. എനിക്ക് നിങ്ങളുടെ ചിരി
ചിരിക്കുന്ന മുഖം കണ്ടിട്ട് പോകാരാ. പിന്നെയും ഉമ്മ കരയുമ്പോ ആ പൊന്നുമകൻ ഉമ്മയോട് ചോദിച്ച ചോദ്യം എന്തെന്നറിയുവോ? ഉമ്മാ, ദുനിയാവിലെ തീ സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമുമ്മാ, പക്ഷേ പടച്ചറപ്പിന്റെ നരകത്തിന്റെ തീയുണ്ടല്ലോ, താങ്ങാൻ കഴിയില്ല ഉമ്മ. എന്റെ ഉമ്മാനെ കൊണ്ടത് താങ്ങാൻ കഴിയുവോ? മാസിദ് ബീബി റളിയല്ലാഹു തആല അൻഹ ഓടി വന്ന് തന്റെ പൊന്നുമോന് ചുംബനം കൊടുത്തിട്ട് യാത്രയാകുകയാ. 3 മക്കളും മരിച്ചു. ഫിറഔന് മാഷിത്തയോട് ചോദിച്ചു, മാഷിത്ത, നിന്റെ വിശ്വാസത്തിന്റെ മുന്നില്, നിന്റെ ഈമാനിന്റെ മുന്നില് ഞാൻ തോറ്റുപോയി മാഷിത്ത. ഇതാരാ പറഞ്ഞതെന്നറിയോ? അന്ന റബ്ബുക്കുമുൽ അലാ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ ഫിറഔൻ തന്റെ കൊട്ടാരത്തിലെ ഒരു വേലക്കാരിയായ മുസ്ലിം പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ തോറ്റുപോയെങ്കിൽ പെങ്ങള്, അതേ പരമ്പരയിലല്ലേടി നീയും ജനിച്ചത്? ആ രക്തമല്ലേ നിന്റെ ശരീരത്തിൽ ഒരുങ്ങുന്നത്? എങ്ങനെയാ നിനക്ക് കണ്ടവന്റെ കൂടെ ഓടാൻ തോന്നുന്നത്? അല്ലാ, ഫിറഔന് ചോദിച്ചു, നിന്നെ എന്തായാലും കൊല്ലാൻ പോവുകയാ, എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പി തന്നതല്ലേ മാസിത്ത, നിനക്ക് വല്ല അഭിലാഷവുമുണ്ടെങ്കിൽ പറ. മാഷിദ് ബീബ് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്. എന്നെ നിങ്ങൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോ എന്റെ കബറിന്റെ അകത്തെന്റെ മക്കളെ കൂടെയൊന്ന് കബറടക്കുവോ? അല്ലാഹുവേ, ഫിറഔൻ അങ്ങനെ ഒരു കരുണ കാണിച്ചു. യാ റസൂലല്ലാഹ്, ആ പെണ്ണിന്റെ കബറാണ് നബിയേ, സ്വർഗത്തിന്റെ പരിമളം അടിച്ച് വീശും നബിയേ. ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ ഈ സദസ്സിലിരുന്ന് കൊണ്ട് കൈപൊക്കിയ മനുഷ്യ, നിന്റെ 6 അടി മണ്ണിന്റെ അകത്ത് വെളിച്ചമാ, നിന്റെ 6 അടി മണ്ണ് പ്രകാശിക്കുകയാ, നിന്റെ കബറിന്റെ അകത്ത് സ്വർഗത്തിന്റെ പരിമളമടിച്ച് വീശുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 5ാമത്തെ പ്രതിഫലം അതാണ്. 6ാമത്തെ പ്രതിഫലം എന്തേ? നാളെ ആരാരും തിരിഞ്ഞു നോക്കാതെ ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോ ഈ കാണുന്ന പള്ളിക്കാട്ടിലെ സർവ്വ കബറിന്റെ അകത്ത് കിടക്കുന്നവരും കബറ് പൊളിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരികയാണ്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ രൂപത്തില്, പിന്താരത്ത് കൊടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, 41 വിഭാഗത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സമുദായം നാളെ കബറിന്റെ അകത്ത് നിന്ന് റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി وأمه وأبيه وصاحبته وبنيه. വാപ്പയോ ഉമ്മയോ ഭാര്യയോ മക്കളോ കൂടപ്പറപ്പോ കൂട്ടുകാരോ കുടുംബക്കാരോ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ദിവസം നിന്റെ കയ്യിൽ പിടിക്കാ. നാളെ പടച്ചുറപ്പിന്റെ കോടതിയില് മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞു ഓടുന്ന ദിവസം നിന്നെ കാത്ത് നിൽക്കുവടാ പൊന്നുമോനെ. പെങ്ങളെ, നിന്നെ കാത്ത് നാളെ പ്രവാചകൻ ഹൗദുൽ കൗസറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. പടച്ചവന്റെ പ്രവാചകന്റെ അതാ കുടുംബക്കാരനല്ലേ, അല്ലാഹുവിന്റെ റസൂലിന്റെ അതിഥിയല്ലേ. ഹൗദുൽ കൗസർ നിന്നെ കുടിപ്പിച്ചിട്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ അതിഥിയായി നിന്നെ കടത്തി വിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകന്റെ അതിഥിയായി, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബക്കാരനായി, അവിടുത്തെ കൂടപ്പുറപ്പായി അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഞങ്ങളുടെ ചാനലിലെ പുതിയ പ്രോഗ്രാമുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുവാനും ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്.